ഭക്തിമാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. ഉപ്പൻസ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുടുംബം നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നതെന്നാണ് ഇവർ ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത്. ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില്, അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം, എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എന്റെ ഭർത്താവായിട്ട് എന്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ചു പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെയും ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ നാടും ഈ ലോകവും ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തില് ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാന് ഭഗവാനുമായിട്ട് ഓം നമ ശിവായ. മോളെ സത്യം ശിവന്റെ നടയിൽ നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ ഇഷ്ടം കൈലാസം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരെ കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ചടങ്ങുകളും മുറിവും ഒക്കെ ഇല്ലാത്ത എന്തിനാണ് പറയണത്? ഞങ്ങളല്ല പറഞ്ഞത്. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി പോലീസ് അന്വേഷണത്തിലൊക്കെയാണോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതൊക്കെ അതെല്ലാം നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം, കഷ്ടപ്പെട്ട് ജീവിക്കണം. നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല. കൈലാസാറ് എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു. അത്ര ഇനിയുള്ള അന്വേഷണത്തിനും അവര് സഹകരിക്കും. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ. പിന്നെ ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാൻ ആർക്കും സാധിക്കും. സത്യമാണ്, സത്യമാണ്. ഇവിടെ ഒരിക്കലും സമാധി എന്ന് പറഞ്ഞത് അച്ഛൻ ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്.